The wait is over. Sari is here to sweep you off your feet. Directed by the visionary Giri Krishna Kamal and produced by Ravi Verma, ദിസ് ടീസർ ഈസ് എ ബ്രെത്ത് ടേക്കിംഗ്. അതായത് ഈ സാരി എന്ന് പറഞ്ഞ സിനിമയുടെ ടീസറിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. അതിൽ നായികയെക്കുറിച്ച് പറയുന്നത് ആരാധ്യ ദേവി വാസ് ഡിസ്കവേർഡ് ബൈ രാം ഗോപാൽ വർമ്മ വയ ആൻ ഇൻസ്റ്റാ റീൽ വിച്ച് സമ്മൺ ഫോർവേഡഡ് ഹിം. മലയാളത്തിൽ ശ്രീലക്ഷ്മി എന്ന് അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റാ റീൽ വൈറലായതിനു ശേഷം രാംഗോപാൽ വർമ്മ സിനിമയിലേക്ക് ക്ഷണിച്ച അങ്ങനെ നായികയായി അവർ അഭിനയിക്കുന്ന സിനിമയാണ് സാരി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത്, നമ്മൾ തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോൾ, പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സിലാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലോ ചിലപ്പോൾ ബാക്കിലോ ആയിട്ടായിരിക്കും EXIT എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാവും. ഇത്രയും നാൾ ഞാനത് എക്സിറ്റ് എന്നാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഈ സിനിമ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാനതിനെ എസ്കേപ്പ് എന്ന് വായിക്കാൻ തുടങ്ങി. പല ആളുകൾക്കും മൂവി റിവ്യൂ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് എന്തോ ഭയങ്കര എളുപ്പമുള്ള പരിപാടി, ഒരു ക്യാമറ എടുത്ത് വെച്ച് 4 ചുവരുടെ ചുറ്റും ഇരുന്നിട്ടെന്നൊക്കെ ഇന്ന് തള്ളാറുണ്ട് സിനിമാക്കാരടക്കം. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സിനിമ പോയി കാണുക, ഇത് മുഴുവിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലെ നമ്മൾ കണ്ടു തീർക്കേണ്ടി വരുന്ന ചില സിനിമകൾ നിങ്ങളും കൂടി അനുഭവിക്കുക. അപ്പോൾ മനസ്സിലാവും സിനിമ റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. പ്രത്യേകിച്ച് ഈ സിനിമ. ഞാൻ ഈ സിനിമ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേ ഞാൻ വിട്ടു. ഞാനിതിൻ്റെ റിവ്യൂ ഇടുന്നില്ല, എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഇവിടെ ഇരുന്ന് തീർക്കും. പുറത്ത് എന്തായാലും വെയിലാണ്, ഇവിടെ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉറങ്ങാനും സിനിമ ഇടുന്നില്ല, അമ്മാതിരി ജാറിങ് ആയിരുന്നു സൗണ്ട്. മോനെ, ഇതിൻ്റെ ഇടയിൽ കുറച്ച് പാട്ടൊക്കെ വന്നിട്ടുണ്ട്. പാട്ടിൻ്റെ വരികൾ എഴുതിയ ആൾക്ക് ചങ്ങമ്പുഴ പുരസ്കാരം ഉറപ്പാണ്. ബൈ ദ ബൈ, ഞാൻ മലയാളമാണ് കണ്ടത്. ഇതിൽ ഓരോ പാട്ടും ഓരോ ട്രോൾ വീഡിയോ ആയിട്ട് മാറേണ്ടതാണ്. ഒരു പാട്ടിൻ്റെ വരി ഞാൻ എഴുതി വെച്ച്, കൊല്ലും ഞാൻ, കടിക്കും ഞാൻ പറ്റൂലെന്നോ എന്തൊക്കെയോ പാടുന്നുണ്ട്. ഇതെന്താണ് പാടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അത്രയും ഗംഭീരമായിട്ടുള്ള വരികളാണ്. സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ഈ പുകയില ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. മച്ചാനെ ഒത്തിട്ടില്ല, അടുത്ത പ്രാവശ്യം നന്നായിട്ട് ട്രൈ ചെയ്യണം. മലയാളം ഡബ്ബിങ്ങിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ഡബ്ബിംഗ് നടന്ന അത്രയും ദിവസം നാപ്റ്റോൾ ചാനൽ അവധിയായിരുന്നിരിക്കും. ഉറപ്പാണ്, നിങ്ങൾ വേണേൽ സെർച്ച് ചെയ്ത് നോക്കിയോ. കാര്യം നാപ്റ്റോളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം നമുക്ക് വെറും 1999 രൂപയ്ക്ക് കിട്ടും എന്നുള്ളതും കൂടി ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് നാപ്റ്റോൾ പരസ്യം കാണുന്ന പോലെ എന്ത് അലർച്ചയാണ് ഇവർ ഒരു താല്പര്യവുമില്ലാതെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഡബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പടത്തിൽ ഇത്രയൊക്കെ മതി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവർക്ക് തോന്നിക്കാണും. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ടേ? അതിൻ്റെ കൂടെ പാട്ട്, വരികൾ, അമ്മേ. എന്തായാലും സിനിമ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ നായകൻ കാണുകയാണ്. നായകൻ ഫോട്ടോഗ്രാഫർ എന്ന വ്യാജേന ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ട്. അവൻ എന്താണ് അപ്പോൾ ഇത്രയും നാൾ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നായിക ഒരു പുഴയുടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്, എന്തോ കൂട്ടുകാരുമായിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു കൂടിപ്പോയ ഒരു 30 സെക്കൻഡൊക്കെ അല്ലേ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ. ആ 30 സെക്കൻഡ് കൊണ്ട് ഏകദേശം 3000 സിനിമകൾക്കുള്ള എക്സ്പ്രഷൻസാണ് അഭിനയത്തിൽ ഇട്ട് വെക്കുന്നത്. ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രശ്മികയും മറ്റേ കാജൽ അഗർവാളും ഒക്കെ ഒരു സിനിമയ്ക്ക് ഇടുന്ന എക്സ്പ്രഷനാണ്. ചിരിച്ചുകൊണ്ട് അയ്യോ എന്താ ഇത്ര ചോദിക്കുന്നുള്ളൂ. ഈ സാധനത്തിന് എക്സ്പ്രഷനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, അതും ഇവർ കട്ട് ചെയ്ത് എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും നൂതന സാമഗ്രികളെല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കുറച്ച് കളറൊക്കെ ആയതിനു ശേഷമുള്ള പഴയ ഹിന്ദി പടങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ കാണുന്ന പോലത്തെ കുറേ ടെക്നിക്കുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നായിക അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്യൂട്ട്നെസ് വാരി വെതറാണ്. അത് നമ്മുടെ നായകൻ പ്രത്യേകം വീക്ഷിക്കുകയാണ്. സൂം ചെയ്യുന്നു, തിരിഞ്ഞു മറിഞ്ഞ് നോക്കുന്നു, അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് വീട്ടിലിട്ട് കമ്പ്യൂട്ടറിൽ കണ്ട് നിയന്ത്രണം ഇല്ലാണ്ടാവുന്നു. അതിനുശേഷം അവൻ ഫോട്ടോ ഒക്കെ എടുത്ത് ഭിത്തിയിൽ തൂക്കുന്നു, ആ പെണ്ണിനെ പരിചയപ്പെടുന്നു, പുറകെ നടക്കുന്നു, പിന്നീട് അവളോട് അവൻ ഇഷ്ടം മൂക്കുകയും അവൾക്കതില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവളെ തട്ടിക്കൊണ്ട് വരുന്നത്. ഇതൊക്കെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കഥയാണ്. ഇതിൽ നായികയുടെ അമിത ക്യൂട്ട്നെസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ടത് ഇതിലെ നായകൻ അല്ലെങ്കിൽ /വില്ലൻ എന്ന് പറയുന്ന ലെവൻ ഉണ്ടല്ലോ, അവൻ്റെ ആക്ടിംഗ് ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 50 മാർക്കിൻ്റെ ഉത്തരം എഴുതി വെക്കുന്നത് പോലെയാണ് അഭിനയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഒരു പുതുമയും പറയാനില്ല. ഈ കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിലെ സിറ്റുവേഷൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചുമ്മാ ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഈ പറഞ്ഞ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഒരു ഫ്ലോ ഓഫ് ഇവൻറ്റ്സ് നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾക്ക് എന്താണോ എഴുതാൻ പറ്റുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നായിക ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ഇടുന്ന ആളാണ്. അവൾ എന്തിനാണ് സാരി ഉടുക്കുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ, ഞാൻ മറ്റെന്ത് ഡ്രസ്സും ഇടാത്തത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, പക്ഷേ സാരി ഉടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സാരി ഉടുക്കുന്നു. അങ്ങനെ സാരി ഉടുത്തിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്ന കുറേ പോസുകളിൽ ഫോട്ടോസും റീൽസും ഒക്കെ ഇടുന്നു. ഇത് കണ്ട് കുറേ പേർ കമൻ്റ് അടിക്കുന്ന ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് ഇടിക്കാൻ നിൽക്കുന്ന മസിൽമാൻ ആയിട്ടുള്ള ചേട്ടൻ, എൻ്റെ മകൾ
ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടമുള്ള പോലെ ഇട്ടിട്ട് റീൽ എടുക്കും എന്ന് പറയുന്ന പുരോഗമനവാദിയായ ഒരു അച്ഛൻ, എപ്പോൾ നോക്കിയാലും ദോശ ഇട്ടുകൊണ്ടിരിക്കുന്ന മകളുടെ പോക്കിനെ കുറിച്ച് ആവലാതിയുള്ള ഒരു അമ്മച്ചി, ഇതിന്റെ ഇടയിലേക്കാണ് ഇവൻ ക്യാമറയുമായി നൂണ്ട് കയറുന്നത്. നേരിട്ട് പറയാനുള്ളതെല്ലാം ഫോട്ടോ എടുത്ത് ഭിത്തിയിൽ വെച്ച് അതിനോട് സംസാരിച്ചുകൊണ്ട് അവൾ തിരിച്ച് പ്രേമിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കിളിപോയ ഒരാൾ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമകളൊക്കെ ആയിട്ട് സാദൃശ്യം തോന്നുകയാണെങ്കിൽ അത് ഉൾപ്രേക്ഷയാണ്. പിന്നെ നാപ്റ്റോളിന്റെ ഡബ്ബിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മനോഹരമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളി സിനിമയുടെയൊക്കെ ട്രെയിലർ നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും ട്രെയിലർ ഇന്ന് കാണണം. അങ്ങനെ ചില നേപ്പാളി സിനിമകളുടെയൊക്കെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം അതുപോലെയുള്ളൊരു വിഷ്വൽ ക്വാളിറ്റിയും അതുപോലെയുള്ള പെർഫോമൻസുകളും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അഭിനേത്രിയുടെ മുഖത്ത് വരുന്ന ചില ഭാവങ്ങളുണ്ട്. അത് എന്നേക്കുമായി ഇവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീ എന്നെ മാറ്റി മരിച്ചു എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട് സിനിമയിൽ. വേറെയും കുറേ പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ പാട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം അവർക്ക് പാട്ടിനോട് ഒരാവശ്യമില്ല. പാട്ടിൽ അവർ വിഷ്വലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ത്രീയുടെ ശരീരം കാണിക്കുമ്പോൾ ആ സ്ത്രീ ശരീരം കൊണ്ട് ഇന്ന ഭാഗങ്ങൾ ഇങ്ങനെ എക്സ്പ്രസീവായി മൂവ് ചെയ്യുക, പിന്നെ ശരീരത്തേക്ക് പ്രത്യേകിച്ച് ചുണ്ടുകളിലേക്കും ഒക്കെ ഈ വെള്ളത്തിൻ്റെ തുള്ളികൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഏത് കാലത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊക്കെ വീണ്ടും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാലഹരണപ്പെട്ടു പോയ മലയാളത്തിലെ ഈ ബി ഗ്രേഡ് പടങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ആ പടങ്ങളുടെയൊക്കെ നിലവാരം മാത്രമുള്ള, പിന്നെ കുൽസിത കുട്ടിക്കാലങ്ങളിൽ വായിച്ചു തീർത്ത ചില പുസ്തകങ്ങളിൽ കണ്ടിട്ടുള്ള ചിത്രങ്ങളോട് സാദൃശ്യം പകരുന്ന അതൊക്കെ തന്നെയുള്ള ഒരു ഡൗൺ ടു എർത്ത് പടമായിരുന്നത്. അത് ഞാൻ വീണ്ടും പറയുന്നത്, ഇതിൽ ഓരോ പാട്ടും ഉണ്ടല്ലോ, നമ്മുടെ ട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൽ ഓരോ പാട്ടും ഓരോ കണ്ടന്റാണ്. ഒരു പാട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്യണം, അതിന് മാത്രം ഉണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഞാൻ ഏകദേശം ഒരു 3 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് തിയേറ്ററിനകത്തേക്ക് കയറുന്നത്. ആ സമയത്ത് എന്താണ് മിസ്സായെന്ന് എനിക്കറിയില്ല. എന്തായാലും സിനിമ തുടങ്ങി ഞാൻ ആദ്യം കേൾക്കുന്ന ഡയലോഗ് ആദ്യം കുറേ ഭയങ്കര കട്ട്സാണ്. അങ്ങോട്ടോടുന്നു, നായകൻ ഇങ്ങോട്ടോടുന്നു, അവൾ തപ്പി ഓടുന്നു, അവൻ വീട്ടിൽ പോയി മറ്റേ ഈ മെമ്മറി കാർഡ് കുത്തുന്നു, ഷും 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 ഇങ്ങനെ കട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് സിനിമയിൽ നമ്മൾ ആദ്യം കേൾക്കുന്ന ഡയലോഗ് ഒരു ഹെൽപ്പ് ചെയ്യാമോ എന്നാണ്. ശരിക്കും പ്രേക്ഷകൻ ചോദിക്കേണ്ട ചോദ്യത്തിന് സിനിമയുടെ തുടക്കത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഒരു ബ്രില്യൻസ്. ഡയലോഗ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇവർ പറയണ്ട, ഞാനെന്താ പറയുന്നത്, നീ എന്താ പറയുന്നത്, എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നായകൻ. പിന്നെ ഉള്ള ചേട്ടനാണെങ്കിലും ഈ ഹിന്ദിയിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു ആത്മാർത്ഥതയില്ലാതെ ഡബ് ചെയ്തിരിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ നായികയുടെ ചേട്ടൻ. പുള്ളിക്കാരി ഇയാളെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇവിടെ വന്ന് കമൻറ്റ് ഇടുന്നവരെയൊക്കെ പുള്ളി ഓടിച്ചിട്ട് തല്ലുന്നൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ പഠിക്കാൻ എനിക്കറിയാം. അത് ഈ ഹിന്ദിയിൽ പറഞ്ഞ ഡയലോഗിനെ ഒരു ആത്മാർത്ഥതയില്ലാതെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ലിറിക്സ് ഇങ്ങനെയാണ്. പിന്നെ പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു സാധനം കണ്ടാൽ നമുക്കറിയാം പാട്ട് അവർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതാണെങ്കിൽ കാലഹരണപ്പെട്ടു പോയ ഒരു പരിപാടിയാണ്. പാട്ടുകളൊട്ട് കേൾക്കാനും കൊള്ളില്ല. അതിൻ്റെ കൂടെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ നാടകം ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കുക, നിങ്ങൾ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അത്രമേൽ ശൈശവ ഘട്ടത്തിൽ നിൽക്കുന്ന സംഗീതമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക, കേൾക്കാൻ പറ്റുക. സാധാരണ ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇത് സൂം ചെയ്തിട്ടാണ് കാണുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി ചെന്ന ആൾക്കാരോട് പറയാറുണ്ട്, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ മുകളിലത്തെ കുറേ ഭാഗം കട്ടായി പോയിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുമ്പോൾ കുറച്ച് ആൾക്കാരുടെ പേരിൻ്റെ മോൾ ഭാഗം കട്ടായി പോകുന്നുണ്ട്, താഴെയും കട്ടായി പോകുന്നുണ്ട്, 2 സൈഡിലും കട്ടായി പോകുന്നുണ്ട്. പക്ഷേ പടം തുടങ്ങി ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എന്തിനാ അവരെ ശല്യപ്പെടുത്തണം? ഈ സിനിമയുടെ ഒരു ഉദ്ദേശം എന്താണ്? അവരെന്തൊക്കെയാണ് സൂം ചെയ്ത് കാണിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്? അത് സ്ക്രീനിൽ കുറച്ചും കൂടി സൂം ചെയ്ത് വെച്ച് അത് കാണാൻ വരുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താനാണല്ലോ ആ തിയേറ്ററുകാരുടെ പ്രത്യേക ശ്രമം എന്ന് പറയുന്നത്. നമ്മളപ്പോൾ അതിന് എന്തിനാണ് നമ്മളതിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? മാത്രമല്ല മടിയായി പോയെന്നേ, ഇറങ്ങി ഇനി പോകണ്ടേ, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തിരിച്ച് കയറി വരാൻ മടിച്ചിട്ട് ആ വഴി വീട്ടിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ പോട്ടെ, സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ക്ലൈമാക്സിനോട് അടുത്തെത്തിയപ്പോഴേക്കും ഞാൻ എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ, നമുക്ക് മനസ്സിലായി, നിങ്ങളൊന്ന് അടുത്തേക്ക് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്ക് എന്നൊക്കെ പറയാൻ തോന്നുന്നൊരു മാനസികാവസ്ഥയിലായി. പക്ഷേ എന്തായാലും അവർ തീർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എ സിയിലല്ലേ ഇരിക്കുന്നത്, കുറച്ച് നേരം ഉറങ്ങാം. ഞാനപ്പോൾ ഇങ്ങനെ ചാരി ഇരുന്ന്, അതായത് ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല എന്നുള്ള പ്ലാനിൽ തന്നെ ചാരി ഇരുന്ന് ഒന്ന് കണ്ണടച്ച് വന്നപ്പോഴേക്കും എന്നൊരടി നമ്മുടെ വില്ലൻ നായികയെ തല്ലുന്നതാണ്. അതെന്തിനാണ് ഇത്രയും സൗണ്ട് കൂട്ടിയിട്ടേക്കുന്നത്? ഈ സിനിമയിൽ ഒരുപാട് ഇടങ്ങളിൽ ഇവർ ഈ ടെൻഷൻ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്ന് കാണിക്കാൻ വേണ്ടി സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ അടി അടിച്ചതായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ള. അത് കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തേങ്ങയുമില്ല. എന്നാൽ പിന്നെ ശരി, വീണ്ടും ഒന്നും കൂടി ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ചാൽ വീണ്ടും അടുത്ത അടി. ഇങ്ങനെ അടി ഇടി ബഹളം പരിപാടിയായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ ഞാൻ ഉറങ്ങുന്നില്ല, ഇനി തീർത്തിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിരുന്ന് തീർത്ത് അവസാനിപ്പിച്ചെടുത്ത ഒരു സിനിമയാണത്. ഇവരിതിൻ്റെ ടീസറിൽ എഴുതിയിരിക്കുന്ന പോലെ രാം ഗോപാൽ വർമ്മ ആരാധ്യയെ ഡിസ്കവർ ചെയ്യുകയായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു അവർ നായികയായ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇതേ രാം ഗോപാൽ വർമ്മ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും എഴുതി വെച്ചിരിക്കുന്ന ഏതോ സിനിമയുടെ സ്ക്രിപ്റ്റും കൂടി ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. ഇതിനിടയിൽ എനിക്ക് ആശ്വാസമായി തോന്നിയ 2 പ്രകടനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ നായികയുടെ അമ്മയുടെ ക്യാരക്ടറും അതുപോലെ അച്ഛൻ്റെ ക്യാരക്ടറുമാണ്. ക്യാരക്ടേഴ്സ് കോമഡി ആയിരുന്നെങ്കിലും അത് ചെയ്ത ആർട്ടിസ്റ്റുകൾ അതിനോടൊരു നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു ഇച്ചിരിയൊക്കെ
നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതൊക്കെയാണ്. ബാക്കി എല്ലാവരും ഓവറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സിനിമ വിജയിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. ചിലപ്പം എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കും എനിക്ക് സിനിമ ഇഷ്ടപ്പെടാഞ്ഞ്. അതേസമയം ഈ സിനിമ തിയേറ്ററിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരും. അങ്ങനെ അനുഭവിക്കപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ, ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായി തീരുകയുള്ളൂ. സഹായിക്കൂ പ്ലീസ്. അപ്പോൾ ശരി.